ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങോട്ട് എത്താറായില്ലേ? അപ്പം ഇന്ന് അത്താണ് കേട്ടോ. അത്തം പ്രത്യേക പരിപാടികളായിട്ട് നമ്മൾ ഇന്ന് ആദ്യം തന്നെ പൂക്കളിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചിട്ട് നമ്മൾ പൂക്കളിടാമെന്ന് വിചാരിച്ചു. ഫസ്റ്റിലെ ദിവസം തന്നെ വലിയ ഉഷാറാണ് കേട്ടോ. ചെറുതിലൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റിൽ 2-3 ദിവസം വലിയ ഉഷാറായിരിക്കും കേട്ടോ. പൂവൊക്കെ രാവിലെ നീട്ടിട്ട് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ ഒരുപാട് ദൂരം നടന്നിട്ടാണ് കേട്ടോ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടൻ അനിയനൊക്കെ ഇടി തണുപ്പത്ത് ഈ ചാറ്റൽ മഴയത്തൊക്കെ ഞങ്ങൾക്ക് അതൊന്നും വകവയ്ക്കാതെ പോയിട്ടുണ്ടായിരുന്നു. 2-3-4 ദിവസമൊക്കെ ഉഷാറാവും, പിന്നെ ഞങ്ങൾക്ക് മടിയാവും കേട്ടോ. പിന്നെ 6:30-ക്ക് പൂടുന്നത് 7 മണിയാവും, 7:30 അങ്ങനെ നീളം നീട്ടി അത് 8 മണി വരെയൊക്കെ എത്താറുണ്ട് കേട്ടോ ചില ദിവസം. എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് ഞാൻ പൂവിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെ ഒരു മടിയനും മടിച്ചിട്ടുണ്ട് കേട്ടോ, കുളിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഇന്ന് പൂവിടണില്ല, നാളെ മുതലൊക്കെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നും കൂടെ എക്സാം ഉണ്ട് രണ്ടാൾക്ക്. അപ്പോൾ അതാ നമ്മൾ പൂവൊക്കെ തലേ ദിവസം വാങ്ങിയത് പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകെ 2-3-4 ആയിട്ടേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മളിന്ന് അത്തപ്പൂ അങ്ങോട്ട് റെഡിയാക്കാൻ വിചാരിച്ചു. തലേ ദിവസം തറയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ചാണകമൊക്കെ മെഴുകിയിട്ട് ഇനി നമുക്ക് അതിനകത്ത് അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. നമ്മുടെ തൊടിയിൽ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മുക്കുറ്റിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ദൂരെ ഒന്നും പോയി പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പാടത്ത് കുഞ്ഞു കുഞ്ഞു മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ട്. ഇന്നലെ തറ ഇടേണ്ട നേരം വൈകിട്ട് നമുക്കത് പറിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം പോയിട്ട് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കളക്ട് ചെയ്യണം കേട്ടോ. മുക്കുറ്റി വെച്ചിട്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ ആ വെള്ള പിച്ചില്ലേ അതിങ്ങനെ ചുറ്റോറിട്ട് കൊടുത്തു. ഇന്ന് വട്ടത്തിലാണ് കേട്ടോ ഇടുന്നത്. ആകെ 2-3 ഡിസൈൻ അറിയുള്ളൂ. ആകെ 3 ഐറ്റം പൂവും ഉണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഡിസൈനൊന്നും ഇടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വട്ടത്തിൽ അങ്ങോട്ട് വെച്ചു. കുട്ടികളൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ വേഗം കഴിയല്ലോ. വട്ടത്തിൽ അങ്ങോട്ട് വിതറി ഇട്ട് കൊടുത്താൽ പോരെ. എന്തായാലും ഈ ഒരു അത്തത്തിൻ്റെ ഫീൽ എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഓണം ഇങ്ങോട്ട് എത്തിയ പോലെ തോന്നുന്നു നമ്മൾ പൂക്കളിട്ട് തുടങ്ങുമ്പോൾ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പൂവിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഖേദം കൂടെ ഞാൻ അങ്ങോട്ട് തീർക്കുകയാണ് ഇപ്രാവശ്യം. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ നീറ്റ പാടാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കൾ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇന്ന് മുതൽ അടിപൊളിയാവട്ടെ. നമ്മുടെ ഓണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പൂക്കളിട്ടേൻ്റെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ടാറ്റാ ബൈ, സീ യു.